السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. هذا بلاء للناس ولينظروا به وليعلموا أنما هو إله واحد وليتذكر أولو الألباب. വളരെയേറെ ബഹുമാനമുള്ള സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ ദീൻ കേൾക്കാനുള്ള നിങ്ങളുടെ താല്പര്യത്തെ അഭിനന്ദിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പരമകാരുണികനായ പടച്ചവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തൗഹീദില്ലാത്ത ഒരു ഇസ്ലാം, അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാനിവിടെ പറയുന്ന ക്ലാസുകൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ബാധ്യത അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. ഹിദായത്ത് ലഭിക്കാൻ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട സ്വഭാവമാണ് വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുക എന്നുള്ള കാര്യം. വബശിർ ഇബാദ് അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിയൂന അഹ്സനഹു ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് ഉലൈക ഹും ഉലുൽ അൽബാബ്. 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 17-18 വാചകങ്ങളാണ്. ഓ തിരുദൂതരെ, മാനവരാശിയിൽപ്പെട്ട സഹോദരിമാരോടും സഹോദരന്മാരോടും പറയൂ പ്രവാചക, വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും അതിലേറ്റവും നല്ലത് അനുധാവനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ്, അവർക്കാണ് അല്ലാഹു ഹിദായത്ത് നൽകുക. ദെൻ ഉലൈക ഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ളവർ, ചിന്താശേഷിയുള്ളവർ എന്ന് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധയോടുകൂടി നാം കേൾക്കണം. വിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായം സൂറത്ത് മുഹമ്മദ് 19-ാമത്തെ വചനം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആകയാൽ അല്ലാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ല എന്ന് നീ മനസ്സിലാക്കുക. വസ്മൗ എന്നല്ല, വഅലമു എന്നാണ്. അറിഞ്ഞ് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. ഇബാദത്തിന് അർഹനായി ലാ മഅബൂദ ഹക്കൻ ലാ മഅബൂദ ബിഹക്കൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി വേറൊരാളും ഇല്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതൊരു മഹാ അറിവാണ്. ഖുർആനിലെ ഞാൻ ഓതി വെച്ച വചനം സൂറത്ത് ഇബ്രാഹിമിൽ നിന്നാണ്. 14-ാം അധ്യായം 52 വചനങ്ങളാണ് അതിലുള്ളത്. 52-ാമത്തെ വചനമാണ് ഞാൻ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതി വെച്ച ഖുർആനിക വചനം. ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ഹാദാ ബലാഉൽ ലിന്നാസി വലിയുൻദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹും വാഹിദ്. ഇത് മനുഷ്യർക്ക് വേണ്ടി വ്യക്തമായ ഒരു ഉത്ബോധനമാണ്.
മാനവരാശി ആകമാനം അറിയേണ്ടതിനുള്ള ഉത്ബോധനം. ഇത് മുഖേന അവർക്ക് നീ മുന്നറിയിപ്പ് നൽകപ്പെടേണ്ടതിനും അവൻ ഒരേ ഒരു ആരാധ്യൻ മാത്രമാണെന്ന് അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും. വലിയ അലമൂന്നാണ്, വലിയ യസ്മഊന്നല്ല, കേൾക്കുക എന്നല്ല. അവരത് അറിയണം, മനസ്സിലാക്കണം, അവർ ഉൾക്കൊള്ളണം. അതിന് വിരുദ്ധമായ ശിർക്കിന്റെ യാതൊരു അംശവും അവരുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ആലോചിച്ച് മനസ്സിലാക്കുന്നവർക്ക് വേണ്ടിയുള്ള ഉത്ബോധനമാണിത്. അഥവാ സൂറത്ത് ഇബ്രാഹിമിലെ 52-ാമത്തെ വചനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സൂറത്ത് ഇബ്രാഹിം സവിശേഷമായ തൗഹീദി പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ ചിന്ത സമ്മാനിക്കുന്ന ഒരു അധ്യായമാണ്. അതിന്റെ തുടക്കം അലിഫ് ലാം മീം, അലിഫ് ലാം റാ, പടച്ച തമ്പുരാന്റെ ഗ്രന്ഥം. എന്നിട്ട് അള്ളാഹ് പറയുന്നത് കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂരി ബിഇദ്നി റബ്ബിഹിം. തീർച്ചയായും ഈ വേദഗ്രന്ഥം മാനവരാശിയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ്. അഥവാ ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന വേദഗ്രന്ഥമാണ്. അപ്പൊ അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം അള്ളാഹുവിൻ്റെ വഹദാനീയത്തിലേക്ക്, ഏകത്വത്തിലേക്ക് മാനവരാശിയെ ക്ഷണിക്കുക എന്നുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ഈ വിഷയകമായി പറഞ്ഞ മറ്റൊരു ഖുർആനിക വചനം ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 18-ാമത്തെ വചനമാണ്. ഈ വചനത്ത് പറയുന്നത് ഷഹിദല്ലാഹു, അല്ലാഹ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ ആരാധനക്കർഹനായി വേറൊരാളുമില്ല, വൽ മലായികത്തു, ലോകത്തിലെ എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത കോടാനുകോടി മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അല്ലയല്ലാതെ ആരാധനക്കർഹനില്ല എന്നത്. ഉലുൽ ഇൽമി, ഇൽമുള്ളവരും ഖായിമൻ ബിൽ ഖിസ്ത്, നീതിബോധമുള്ളവരും, അറിവുള്ളവരും നീതിബോധമുള്ളവരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നത്. സൃഷ്ടിപൂജ നീതിവിരുദ്ധമാണ്, ജ്ഞാനവിരുദ്ധമാണ്, തത്വവിരുദ്ധമാണ്, മാനവിക വിരുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വാചകം അള്ളാഹു 3-ാം അധ്യായം 18-ൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഖുർആനിന്റെ വചനം ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണ് എന്ന് പറയുകയും പിന്നീട് നേരാംവണ്ണം നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളവരാരോ, ഇസ്തിഖാമത്തോടുകൂടി നിലകൊണ്ടിട്ടുള്ളവർ ആരോ, അവർ സംബന്ധിച്ചിടത്തോളം മലക്കുകൾ വന്നുകൊണ്ട് അവരോട് പറയും, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അതാണ് നമ്മൾ രാവിലെയും വൈകുന്നേരവും റളീതു ബില്ലാഹി റബ്ബൻ, ഞാൻ എൻ്റെ റബ്ബിനെ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അഥവാ മലിക്കുൽ ജബ്ബാറായ റബ്ബിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു വാചകം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ ഭാരങ്ങളെയും, മനോവ്യതകളെയും എനിക്ക് ഇറക്കി വെക്കാനുള്ള എൻ്റെ അത്താണി എൻ്റെ നാഥനാകുന്നു. അവനാണ് എന്നെ പരിപാലിക്കുന്നവൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ, അവനാണ് എൻ്റെ സെറിബ്രം ശരിപ്പെടുത്തിയവൻ, അവനാണ് എൻ്റെ സെറിബ്രം ശരിപ്പെടുത്തിയവൻ, അവനാണ് എൻ്റെ പാൻക്രിയാസ് ക്ലിയർ ചെയ്തവൻ, അവനാണ് എൻ്റെ ആന്തരിക അവയവങ്ങൾ തന്നത്. അങ്ങനെ ശരീരത്തിൽ അത്ഭുതങ്ങളുടെ കലവറയാക്കി അതിനെ മാറ്റിയത് എൻ്റെ നാഥനാണ്. ഞാൻ പിടിക്കുന്ന കൈകളും ഞാൻ നടക്കുന്ന കാലുകളും എൻ്റെ കേൾക്കുന്ന കാതുകളും ഞാൻ കാണുന്ന കണ്ണും എൻ്റെ ചിന്താമേഖലയും എൻ്റെ റബ്ബ് എനിക്ക് നൽകിയതാണ്. അതുകൊണ്ട് ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തശ്കുറൂൻ.
നബിയെ പറയുക, കേൾവിയും കാഴ്ചയും ചിന്താശേഷിയും നൽകിയല്ലോ, എന്തേ നിങ്ങൾ വളരെ കുറവ് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ? നമ്മൾ അങ്ങനെയല്ല, നന്ദി കാണിക്കേണ്ടവരാണ്. വൈദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. അല്ലാഹു നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാനാകാത്ത അനന്തമായ നിയമത്തുകൾ നൽകിയിട്ടുണ്ട്. മനുഷ്യ, നീ അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കൂ. മനുഷ്യ, നീ നന്ദി കാണിക്കൂ. എങ്കിൽ ലഅസീദന്നകും, അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഹാദാ മിൻ ഫളിൽ റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി എന്റെ റബ്ബ് എനിക്ക് നൽകിയ നിഅമത്താണിത് എന്ന് 27-ാം അധ്യായം സൂറത്തുൻ നംലിൽ 40-ാമത്തെ വചനത്തിൽ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. നിങ്ങൾ നോക്കൂ, നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയ മാതൃകാ ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം നിങ്ങളെ നയിക്കുന്നു. തീർച്ചയായും ഈ ഗ്രന്ഥം നമ്മളെ നയിക്കുന്നത് ഏറ്റവും ചൊവ്വായതിലേക്കാണ്. ഖുർആനിലെ 17-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. സഹോദരിമാരെ, ഇനി അങ്ങോട്ട് നമ്മുടെ ഖുർആനിലൂടെ ഒരു യാത്ര പോവുകയാണ്. ആ യാത്ര ആദം അലൈഹി ഇസ്ലാമിന്റെ കൂടെ നമ്മളുണ്ട്. മഹാനായ ആദം അലൈഹി ഇസ്ലാമിന് ഒരു തെറ്റുപറ്റി. അള്ളാഹുവിന്റെ കൽപ്പനയെ എതിർ പ്രവർത്തിച്ചു. റബ്ബന, നോക്കൂ, റബ്ബന ലോക ചരിത്രത്തിലെ ആദം നബിയുടെ ആദ്യത്തെ ദുആ ആയി, ഇസ്തിഗ്ഫാറായി അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്നത് 7-ാം അധ്യായം സൂറത്ത് ആറാഫ് 23-ാമത്തെ വചനമാണ്. അതിൽ പറയുന്നത്, റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹ്, ഞങ്ങളോട് തന്നെ, ആദം ഹവ്വ ദമ്പതികളുടെ ദുആ ആണ്, ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും തമ്പുരാനെ. ഇതാണ് ആദ്യത്തെ ദുആ. അത് റബ്ബന എന്നാണ്. മലക്കുകളോടോ ജിന്നുകളോടോ സൃഷ്ടിയിലെ മറ്റാരോടെങ്കിലും ഒരു ദുആഇന്റെ സാമ്പിൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ കാണുക സാധ്യമേ അല്ല. ഇപ്പോ നോളജ് സിറ്റി അഥവാ ഏറ്റവും വലിയ ബദർ ആഘോഷമാക്കി മാറ്റിയ കാന്തപുരത്തിന്റെ മകന്റെ നിയന്ത്രണത്തിലുള്ള നോളജ് സിറ്റി, അവിടെ 313 ആടുകളെയുമായിട്ടാണ് അവർ വന്നത്. 313 ആടുകളെ കൊണ്ടുവന്നതിന്റെ രഹസ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. 313 മനുഷ്യന്മാർക്ക് പകരം 313 ആട് മതി എന്ന് തീരുമാനിക്കുന്നത് വല്ലാത്തൊരു കാര്യമാണ്. അതൊരു വല്ലാത്ത കാര്യമാണ്. സത്യത്തിൽ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കൽ മഹാപാതകമായിട്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ 171, 172 വചനങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. ബദരീങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അബ്ദുൽ ഹക്കീം അസ്ഹരി, കാന്തപുരത്തിന്റെ ഓമനപുത്രൻ, പറയുന്നത്, നോളജ് സിറ്റിക്ക് വിവിധങ്ങളായ പ്രതിസന്ധി വന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചത് ബദരീങ്ങളോടാണ് എന്നാണ്. എന്നാൽ ബദരീങ്ങളുടെ മാതൃക ഇതാണോ? ഏതുപോലെ ക്രിസ്ത്യാനികൾക്ക് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് നമുക്ക് സംഭവിച്ചത്. ആബൽ ഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ യേശുക്രിസ്തു ആരോട് പ്രാർത്ഥിച്ചു? ഇത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ യേശുക്രിസ്തു ബൈബിളിൽ പ്രതിസന്ധി വന്നപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, കർത്താവേ, നീ എന്നെ കൈവടിഞ്ഞതെന്തേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം അങ്ങ് എന്നിൽ നിന്ന് ഉയർത്തിയാലും, എങ്കിലും എന്റെ ഇഷ്ടമല്ല നടക്കുന്നത്, അവിടുത്തെ ഇഷ്ടമാണ് നടക്കുന്നത്. ഏലി ഏലീലമ്മ സബക്താനി. വല്ലാത്തൊരു വാക്കാണ്. യേശു പ്രാർത്ഥിച്ചത് പ്രതിസന്ധി വന്നപ്പോൾ അല്ലാഹുവിനോടാണ്. എന്നാൽ 260 കോടി വരുന്ന ക്രൈസ്തവർ ഇന്ന് പ്രാർത്ഥിക്കുന്നത് യേശുവിനോടാണ്. അതുപോലെ ബദറിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഹൽഫി മിനൽ മലായികതി മുർദിഫീൻ. 8-ാം അധ്യായം 9-ാമത്തെ വചനമാണ്.
അവർ റബ്ബിനോട് ഇസ്തിഹാസ നടത്തി. സൃഷ്ടികളോട് ഇസ്തിഹാസ നടത്തുന്നത് ശരിയല്ല. ഇവിടെയാണ് കാര്യകാരണ ബന്ധത്തിനതീതമായി അഭൗതികമായി കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനോടല്ലാതെ ഒരാളോടും മനുഷ്യർ ചെയ്യേണ്ടതൊക്കെ ചെയ്യുകയും അതിനുശേഷം അള്ളാഹുൽ തവക്കുൽ ചെയ്യുകയും അവനോട് മനമൊരുക്കി പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത് എന്നതാണ് 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം ഈമാനുള്ളവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബദരീങ്ങൾ റബ്ബിനോടാണ് ദുആ ചെയ്തത്. ആ റബ്ബിനെ വിട്ട് യഥാർത്ഥത്തിൽ സൃഷ്ടികളെ ആരാധിക്കുക എന്നത് എത്ര ഭീകരമാണ്. ഖലീൽ തങ്ങൾ എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം കടലിൽ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും വന്ന് അത് മുങ്ങാറായപ്പോൾ അദ്ദേഹം പറയുന്നത്, അപ്പോഴൊക്കെ ഓർമ്മ വന്നത് ബദരീങ്ങളെയാണ്. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ ഞങ്ങളെ രക്ഷിക്കാനില്ല എന്നാണ് പറയുന്നത്. ഇത് അബൂജഹലിന് പോലും ഇല്ലാത്ത ദുർഗുണമാണ്. അബൂജഹൽ കടലിൽ വന്നാൽ അല്ലാഹ് പറയാൻ, ഫൈദ റക്കിബു ഫിൽ ഫുൽകി ജഅബുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. 29-ാം അധ്യായം 65-ാമത്തെ വചനമാണ്. മക്കയിലെ മുശ്രിക്കുകൾ കടലിലെ കാറ്റിലും കോളിലും പെട്ടാൽ വൈദാ ഹശിയവും മൗജും കല്ലുലൽ ജഅബുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. ആർത്തിരമ്പുന്ന പർവ്വത സമാനമായ തിരമാലകൾ വന്നാൽ അബൂജഹലും ഇക്രിമത്തും ഉത്ബത്തും ഷൈബത്തും വലീദുൽ മുഗീറയും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിനോട് ഇഖ്ലാസോടുകൂടി ദുആ ചെയ്തു. ആ അബൂജഹലിന്റെ ഈമാൻ പോലും ഖലീൽ തങ്ങൾക്കില്ലാതെ പോകുന്നു എന്നത് നാം ആരും ഇവിടെ കാണാതെ പോകരുത്. സഹോദരി, ജീവിതത്തിൽ റബ്ബാണ് എല്ലാ സൗഭാഗ്യങ്ങളും നന്ന്. സൗഭാഗ്യമുടയവനാരോ അവനോടാണ് തേട്ടങ്ങളെല്ലാം തേടേണ്ടത്. ഒരു സൃഷ്ടികളോടും ഇബാദത്തിന്റെ പരിധിയിലെ ഒരു തേട്ടവും ഒരു കാരണവശാലും തേടാൻ പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടത്. നോക്കൂ നിങ്ങൾ, അബ്ദുസ്സമദ് സഖാഫി എന്ന് പറയുന്ന കാന്തപുരത്തിന്റെ അരുമ ശിഷ്യനും പ്രഗത്ഭ ശിർക്ക് പ്രബോധകനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നത്, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് എന്ത് നിഅമത്തുണ്ടോ അത് മുഴുവനും തരുന്നത് CM മടവൂരാണ് എന്നാണ്. 35 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ, മണ്ണോട് മണ്ണ് ചേർന്ന, എല്ലായിപ്പോയ, നുരുമ്പിപ്പോയ ഒരു മനുഷ്യനോടാണ്, അയാളാണ് ഈ ദുനിയാവിലും ആഖിറത്തിലും സകലമാന അനുഗ്രഹങ്ങളും തരുന്നത്. ലോകത്ത് ആദം നബിയുടെ സന്താന പരമ്പരകളിൽ ഈ വ്യക്തിയെ പോലെ കുഫർ പറഞ്ഞ ഫിറൗനില്ല, ഹാമാനില്ല, നമ്രൂദില്ല, അബൂജഹലില്ല, ലോകത്തിലെ ഒരു പഴച്ചവനും ഇല്ല. അത്രയും വലിയ പിഴവാണ് പറയുന്നത്. അള്ളാഹു ഖുർആനിൽ പറയുന്നത്, എന്തൊക്കെ നിയമത്തുണ്ടോ അത് നിങ്ങൾക്ക് ഞാനാണ് നൽകിയത് എന്നാണ്. ദീനാകുന്ന നിയമത്ത് നിങ്ങൾക്ക് ഞാൻ നൽകി, നിങ്ങൾക്ക് ഞാനാണില്ല. അതുകൊണ്ടാണല്ലോ വദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും, ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വല്ലർളി അൻത വലിയി ഫിദ് ദുനിയ വല്ലാഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖനി ബിസ്വാലിഹീൻ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 101-ാമത്തെ വചനമാണ്. റബ്ബേ, രാജാധികാരത്തിൽ നിന്ന് നീ എനിക്ക് നൽകി, സ്വപ്നവ്യാഖ്യാനം നീ എനിക്ക് പഠിപ്പിച്ചു. അൻത വലിയി ഫിദ് ദുനിയ വല്ലാഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീയാണ് ഞങ്ങളുടെ സഹായി. സഖാഫിമാര് പറയുന്നത് CM മടവൂരാണെന്നാണ്. ഇതാണ് പച്ച കുഫർ, പച്ച ഷിർക്ക്. ഈ പ്രചരണമാണ് ഷിർക്കിന്റെ പ്രചരണം. ഇതിൽ നിന്നാണ് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തേണ്ടത്. നോക്കൂ സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഖുർആൻ തൗഹീദ് പറയുന്നിടത്ത് സൂറത്ത് ഇബ്രാഹിമിലെ 24-ൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കസ്സജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറൂഹാ ഫിസ്സമാ തൂതി ലഹാ കുല്ല ഹീനിൻ ബിഇذن റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാൽ ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. അതെ, ഒരു വലിയ മരം, ആ മരത്തിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്, അഗാധമായി ഭൂമിയെ വാരിപ്പുണർന്നിട്ടുണ്ട്. ഒരു കുഞ്ഞുകാറ്റിനോ, ഒരു ഇളം കാറ്റിനോ, ഒരു കൊടുങ്കാറ്റിനോ, ഒരു കത്രീനക്കോ
അതിനെ കടവുകയറ്റി വീഴ്ത്താൻ സാധ്യമേ അല്ല. എന്ന് പറഞ്ഞാൽ ജീവിത പ്രതിസന്ധികൾ എന്തു വന്നാലും ഈ ഈമാനുള്ള മനുഷ്യൻ ഒരിക്കലും ഷിർക്കിലേക്ക് പോവില്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. ആകാശം മുട്ട പടർന്ന് പന്തലിച്ച ശാഖകളുണ്ട്. എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വ്യക്തിയായിരിക്കും ഒരു മുവഹിദ്. അത് തൻ്റെ രക്ഷിതാവിന്റെ ഉത്തരവനുസരിച്ച് അത് എല്ലാ കാലത്തും, ഹേമന്തമാകട്ടെ, ഗ്രീഷ്മമാകട്ടെ, വസന്തമാകട്ടെ, അതിന്റെ പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും. അതാണ് ഒരു യഥാർത്ഥ മുഅ്മിനാത്തായ പെണ്ണ്. അതാണ് യഥാർത്ഥ മുഅ്മിനായ ഒരു പുരുഷൻ. അവരൊരിക്കലും ഷിർക്കിലേക്ക് പോവുകയില്ല. ഭയചകിതമായ, ഭയാനകരമായ അനേകം മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിറൗനിന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ദുആ ചെയ്യുന്നത് സൂറത്ത് ത്വാഹ 20-ാം അധ്യായം 25 മുതൽ 28 കൂടിയ വചനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവേ, നാഥ, എൻ്റെ ഹൃദയം നീ വിശാലമാക്കണേ, എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കണേ, എൻ്റെ നാവിൻ്റെ കെട്ടിക്കുടുക്കുകൾ നീ തീർത്തു തരണമേ. ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഓഡിയൻസിന്, ഫിറഔനിന്, അവന്റെ പ്രവിധികൾക്ക് മനസ്സിലാകണേ. പടച്ചോനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മൂസാ നബി കൊട്ടാരത്തിലേക്ക് കടക്കുന്നത്. ഒരു സൃഷ്ടിയോടും, നമ്മുടെ ഉസ്താദുമാര് സൃഷ്ടിയോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു പ്രസംഗം ആരംഭിക്കുക. എവിടുന്ന് കിട്ടി ഈ മാതൃക? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലില്ല, പ്രവാചകന്റെ വചനത്തിലില്ല, സച്ചരിതരുടെ സച്ചരിതങ്ങളിലില്ല. ശുദ്ധമായ ശിർക്കും കുഫറും ഷിയായിസവുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. സഹോദരിമാരെ നോക്കൂ, വലക്കത് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തി റസൂല അൻ അബ്ദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്. തീർച്ചയായും ഓരോ സമുദായത്തിലും നാം ദൂതന്മാരെ അയച്ചു. അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുതെന്നും ദുർമൂർത്തികളെ കൈവടിയണമെന്നും കൽപ്പിച്ചുകൊണ്ടല്ലാതെ ഒരു പ്രബോധനവും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല, അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കൂ എന്ന് ബോധനം നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് നാം ഒരു ദൂതനെയും അയച്ചിട്ടില്ല. 21-ാം അധ്യായം 25-ാമത്തെ വചനം, 16-ാം അധ്യായം 36-ാമത്തെ വചനം എത്ര വ്യക്തമാണ്. അഫ്ളലു മാ കുൻതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വല്ലാത്തൊരു വാക്കാണ്. എന്റെ മുമ്പ് കഴിഞ്ഞു പോയ സകലമാന പ്രവാചകന്മാരും ലോകത്തോട് പറഞ്ഞത് ഈ സന്ദേശമാണ്. എന്താണ് മക്കയിലെ മുശ്രിക്കുകൾക്ക് സംഭവിച്ച ശിർക്ക്? ഫയഖൂലൂന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്. അള്ളാഹുവിന്റെ അടുത്ത് ഈ മഹാന്മാരായ ആളുകൾ ലാത്ത, ഉസ്സ, മനാത്ത, വദ്, സുവാ, യഗൂസ്, യഹൂഖ്, നസ്ർ, ഹുബല് തുടങ്ങിയ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, എക്സെട്ര, ഉസൈർ അലൈഹിസ്സലാം, മറിയം, ഇവരെല്ലാം അള്ളാഹുലേക്കുള്ള ഞങ്ങളുടെ ശുപാർശകരാണ്, അള്ളാഹുവിലേക്ക് സാമീപ്യമുള്ളവരാണ് എന്നായിരുന്നു അവർ പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് തീർച്ചയായും അതൊരു കളവും നന്ദി കെട്ട വർത്തമാനവുമാണ് എന്നാണ് ആകാശഭൂമികളുടെ തമ്പുരാൻ ആ വിശ്വാസത്തെ കുറിച്ച് നമ്മളോട് പറയുന്നത്. മക്കയിലെ ആളുകളുടെ വിശ്വാസം പറയുന്നിടത്ത് 10-ാം അധ്യായം സൂറത്ത് യൂനസ് 18-ാമത്തെ വചനം, വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലായി ശുഫആഉന ഇൻദല്ലാഹ്. അവിടെ പറയുന്നത് അള്ളാഹുവിന് പുറമെ അവർക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തതിനെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ഇവർ ആരാധ്യർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ് എന്ന് പറയുകയും ചെയ്യുന്നു. നബിയെ, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ളതായി അള്ളാഹുവിനറിയാത്ത വല്ല കാര്യവും നിങ്ങൾ അവൻ അറിയിച്ചു കൊടുക്കുകയാണോ? അള്ളാഹു അവൻ പങ്കു ചേർക്കുന്നതെല്ലാം എത്രയോ പരിശുദ്ധനാണ്. 10-ാം അധ്യായം 18. ഇനി 10-ാം അധ്യായം 31-ാമത്തെ വചനം, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി അമ്മൻ യംലികു സ്സംഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി
വയുഖ്രിജുൽ മയ്യത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലുന അല്ലാഹ് ഫഖുൽ അഫലാ തത്തഖൂൻ. പറയുക നബിയെ, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നതും ആരാണ്? അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചയും അധീനപ്പെടുത്തി തന്നത് ആരാണ്? ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതും പ്രവർത്തിക്കുന്നത് ആരാണ്? ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് ആരാണ്? അപ്പോൾ അബൂജഹൽ പറഞ്ഞു, അല്ലാ എന്ന്. ആധുനിക കാന്തപുരത്തോട് ആരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് CM മടവൂരാണ് എന്ന് പറയുന്നു. അബൂജഹലിന്റെ ഈമാൻ പോലും ഇല്ലാത്ത പൗരോഹിത്യം. നാം ആലോചിക്കണം, നാം ചിന്തിക്കണം. മക്കയിലെ അബൂജഹൽ പറയുന്നത് ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്നാണ്. ഇവർ പറയുന്നത് CM മടവൂരാണ് എന്നാണ്. ശുദ്ധമായ കുഫറും ശുദ്ധമായ ശിർക്കും ലോകത്തിന്നോളം ഒരു മുശ്രിക്കും ചെയ്തിട്ടില്ലാത്ത അത്രയും വലിയ തോന്നിയാസമാണ് ഈ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടലിൽ അവർ യാത്ര ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, മുഖ്ലിസീൻ അൽഹുദ്ദീൻ, നിഷ്കളങ്കമായി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. റബ്ബിനോടല്ലാതെ ഒരു സൃഷ്ടിയോടും അവരാരും പ്രാർത്ഥിച്ചിട്ടില്ല. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാണ് എന്ന് അല്ല പറയുന്നുണ്ട്. നബിയെ പറയണം, കുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. പറയൂ നബിയെ, ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. ഖുർആനിലെ 72-ാം അധ്യായം 20-ാമത്തെ വചനമാണ്. പ്രാർത്ഥന. അദ്ദുആ ഹുവൽ ഇബാദ ثم قرأ فقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي. ഇവിടെ പറയുന്നത്, പറയുക നബിയെ, റബ്ബിനോട് അവർ ഇബാദത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ല പറയുന്നത് പ്രാർത്ഥനയാകുന്നു ഇബാദത്ത് എന്നാണ്. അതുകൊണ്ടാണ് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ അദ്ദുആ ഹുവൽ ഇബാദ സുമ്മ ഖറഅ ഫഖാല റബ്ബുക്കും 40-ാം അധ്യായം 60-ാമത്തെ വചനമാണ്. കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാ ഫലാ യംലികൂന കശ്ഫദ്ദുരി അൻകും വലാ തഹ്വീല ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫുന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. 15-ാം അധ്യായം 56-57 വചനങ്ങളാണ്. നബിയെ പറയുക, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. നിങ്ങളിൽ നിന്ന് ഉപദ്രവം നീക്കുവാനോ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനോ ഉള്ള കഴിവ് ശ്രദ്ധിക്കണം. സഹോദരിമാരെ, ശരിക്കും ശ്രദ്ധിക്കണം. അതിനുള്ള കഴിവ് അവർക്ക് നാം കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടെന്നല്ല റബ്ബ് പറയുന്നത്. റബ്ബിന്റെ കലാമാണ്. 15-ാം അധ്യായമാണ്, സൂറത്ത് ഇസ്രാ ആണ്, 56-ാമത്തെ വചനമാണ്. എന്നിട്ട് നോക്കൂ, അല്ല പറയുന്നത് ഉലായിക്കല്ലദീന, അക്കൂട്ടരിൽപ്പെട്ട ആളുകൾ, യദൂന, അവർ തന്നെ തേടുകയാണ്, യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അള്ളാഹുവിലേക്ക് അവർ വസീല തേടുകയാണ്. അതുപോലെ തന്നെ അവർ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയാണ്. തീർച്ചയായും ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ, അള്ളാഹുവിന്റെ ശിക്ഷ തീർച്ചയായും ഭയപ്പെടേണ്ടതാണ്. അപ്പൊ അവര് തന്നെ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുകയാണ്. എന്നിട്ടും നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ എന്ന ആശയമാണ് അള്ളാഹു ഈ വചനത്തിൽ പറയുന്നത്. കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ് ലാ യംലികൂന മിസ്കാല ദർറ. പ്രത്യേകമായി ഓർക്കുക സഹോദരി, ഓർക്ക്. ഇവിടെ എന്താ പറയുന്നത്? 34-ാം അധ്യായം 22-ാമത്തെ വചനം. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നവരോടെല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരണുവിന്റെ തൂക്കം പോലുമുള്ള കഴിവ് നാം അവർക്ക് അധീനപ്പെടുത്തി കൊടുത്തിട്ടില്ല. നോക്കൂ സഹോദരിമാരെ, ഒരു മുട്ടുസൂചിയുടെ വലിപ്പത്തിൽ അണു എത്ര നിസാരമാണ്. ആ കഴിവ് പോലും കൊടുത്തിട്ടില്ല എന്നാ പറയുന്നത്. കഴിവ് കൊടുത്തിട്ടില്ലെന്നാണല്ലോ പറയുന്നത്. 34-ാം അധ്യായം 22. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇതൊന്നും ഉസ്താദുമാരും കാണുന്നില്ലേ? കാണാത്തത് കൊണ്ടല്ല. വലാ തൽബിസുൽ ഹഖ ബിൽ ബാതിലി വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ. അറിഞ്ഞുകൊണ്ട്
സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കുകയാണ്. 2-ാം അധ്യായം 42-ാമത്തെ വചനം. യൂലിജുല്ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വശഖറ ശംസ വൽ ഖമറ കുല്ലും യജ്രി ലി അജലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി മാ യംലികൂന മിൻ ഖിത്മീർ. ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അധീനപ്പെടുത്തിയിട്ടില്ല എന്നാ പറയുന്നത്. ഈത്തപ്പഴത്തിന്റെ കുരുവെടുത്ത് അതിന്റെ മുകൾ ഭാഗത്തെ ആ പാട നമ്മുടെ കൈകൊണ്ട് നീക്കിക്കളയാവുന്ന പാട അതുപോലും അവർ അധീനപ്പെടുത്തിയിട്ടില്ലെന്ന് 35-13 പറയുന്നു. സഹോദര, ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. എത്ര കൃത്യമാണല്ലോ പറയുന്നത്. യാ അയ്യുഹന്നാസ് ദുരിബ മസലും ഫസ്തമിഊ ലഹു. 22-ാം അധ്യായം 73-ാമത്തെ വചനം. മനുഷ്യരെ, ഒരു ഉദാഹരണം ഇതാ വിവരിക്കപ്പെടുന്നു, നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കുക. തീർച്ചയായും അല്ലാഹുവിനോർമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. അതിനായി അവരെല്ലാവരും ഒത്തുചേർന്നാൽ പോലും ഈച്ച അവരുടെ പക്കൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അതിന്റെ പക്കൽ നിന്ന് അത് മോചിപ്പിച്ചെടുക്കാനുമുള്ള കഴിവ് അവർക്കില്ല, കഴിവില്ലെന്നാണ് പറയുന്നത്. ഒരു വലിയനും ഒരു ശൈഖിനും ഒരു ബീവിക്കും ഒരു കഴിവും കൊടുത്തിട്ടില്ല. എല്ലാ കഴിവും ആകാശഭൂമികളുടെ തമ്പുരാനാണ്. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് മടങ്ങണം, ഖുർആനിലേക്ക് മടങ്ങണം, സുന്നത്തിലേക്ക് മടങ്ങണം. ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഇപ്പൊ നിങ്ങൾ നോക്കൂ, മറിയം ബീവിയിലൂടെ എന്തെല്ലാം കറാമത്ത് അള്ള പ്രകടിപ്പിച്ചു. ആ കറാമത്ത് കണ്ട ആളാണ് സക്കരിയ നബി. അന്നാലക്കി ഹാദ, മറിയമേ എവിടെ നിന്നാണ് കിട്ടിയത്? കാലത്ത്, അപ്പൊ അവര് പറഞ്ഞു ഹുവ മിന്നിന്ദില്ല, പടച്ചോൻ തന്നതാണ്, എന്റെ കഴിവാണെന്നല്ല, എന്റെ പ്രത്യേകതയാണെന്നല്ല, എനിക്കിതൊക്കെ എപ്പോഴും ഉള്ളതാണെന്നല്ല, എന്റെ റബ്ബ് എനിക്ക് തന്നതാണ്. അതുകൊണ്ട് തന്നെ സക്കരിയ നബി അവിടെ വെച്ച് ദുആ ചെയ്തു. ഹുനാലിക ദആ സക്കരിയ, ഹുനാലിക ദആ സക്കരിയ. തീർച്ചയായും സക്കരിയ നബി അവിടെ വെച്ച് ദുആ ചെയ്തു. ആരോട്? റബ്ബിനോട്. റബ്ബിനോട് എനിക്ക് കുട്ടികളെ തരണേ നാഥ എന്ന് റബ്ബിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു. സുഹൃത്തുക്കളെ, നമുക്ക് അള്ളാഹുവിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും പോരെ. തീർച്ചയായും അള്ളാഹു ഈ ഖുർആനിനെ സംരക്ഷിക്കുകയും നേരെ ചൊവ്വായതിലേക്ക് അത് നമ്മളെ നയിക്കുകയും ചെയ്യുന്നു. ഒരു കാരണവശാലും കാരണവന്മാർ ജീവിച്ച പോലെ ഞങ്ങൾക്കത് മതി എന്ന് പറയുന്നവർ നമ്മളാകരുത്. ഖുർആനിന്റെ 5-ാം അധ്യായം 104-ാമത്തെ വചനത്തിൽ സർവശക്തനായ റബ്ബ് പറയുന്നത് വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇല റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. പടച്ചവൻ പറയുന്നത്, അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിലേക്കും റസൂലിന്റെ സുന്നത്തിലേക്കും വരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും ഞങ്ങളുടെ പിതാക്കന്മാർ ജീവിച്ചതുപോലെ മതി ഞങ്ങൾക്ക്. അള്ളാഹു ചോദിക്കുന്നത്, അല്ല മനുഷ്യരെ, നിങ്ങളുടെ ഉപ്പാക്ക് ഹിദായത്തില്ലെങ്കിലും അവർ വഴിവെച്ചവരാണെങ്കിലും അവർക്ക് ഒരറിവുമില്ലെങ്കിലും അങ്ങനെ തന്നെയാണോ? സൂറത്ത് ബഖറയിലെ 170-ലും ഇതേ ചോദ്യം അല്ല ചോദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഖുർആനിലെ ഏതെങ്കിലും ഒരു ദുആ അല്ലാഹു അല്ലാത്തവരോടില്ല. ഇബ്രാഹിം നബിയുടെ ദുആ സൂറത്ത് ബഖറ 126 മുതൽ 129 വരെ നമ്മൾ കാണുന്നു. ഇബ്രാഹിം നബിയുടെ തന്നെ ദുആ 30-ാം അധ്യായം 100-ാമത്തെ വചനത്തിൽ കാണുന്നു. ഇബ്രാഹിം നബിയുടെ തന്നെ ദുആ 14-ാം അധ്യായം 35-ൽ കാണുന്നു, 40-ൽ കാണുന്നു. എത്ര ദുആകളാണ് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് നടത്തിയത്. നൂഹ് നബിയുടെ ദുആ 71-ാം അധ്യായം 28, യൂനുസ് നബിയുടെ ദുആ വിശുദ്ധ ഖുർആൻ 21-78, അതുപോലെ തന്നെ സക്കരിയ നബിയുടെ ദുആ വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 36, 37, 38. യാക്കൂബ് നബി അലൈഹിസ്സലാം എൻ്റെ എല്ലാ വേദനകളും ഞാൻ റബ്ബിനോടാണ് പറയുന്നത്, 12-ാം അധ്യായം 18-ാമത്തെ വചനം. മൂസ അലൈഹിസ്സലാം 20-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വചനം. ഒരുപാട് പ്രവാചകന്മാർ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതായി നമ്മൾ കാണുന്നു. ഒരു പ്രവാചകൻ പോലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല, വേറൊരാൾക്കും നേർച്ച നേർന്നിട്ടില്ല. നമുക്കെല്ലാം നൽകിയത് നമ്മുടെ റബ്ബാണ്. ആ റബ്ബിനോട് നന്ദി കാണിക്കേണ്ടവരാണ്. സഹോദരിമാരെ, ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ആരോഗ്യപരമായി 2-3 ദിവസമായി നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാം ദുആ ചെയ്യണം. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. സർവശക്തനായ പടച്ച തമ്പുരാൻ
കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഈ പച്ചയായ തൗഹീദിനെ ശിർക്ക് ചെയ്താൽ ഇന്നഹു മയ്യുശ്രിക് ബില്ലാ, ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. 5-ാം അധ്യായം 72-ാമത്തെ വചനമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. 4-ാം അധ്യായം 116-ാമത്തെ വചനമാണ്. നിങ്ങളെങ്ങാണ്ടും അള്ളാഹുൽ പങ്കു ചേർത്താൽ ഒരിക്കലും അവൻ നിങ്ങൾക്കത് പുറത്തു തരില്ല. ഷിർക്ക് അള്ളാഹുവിനോട് ഏറ്റുപറയുകയും നിലപാട് നന്നാക്കുകയും ഈമാൻ പുതുക്കുകയും ചെയ്താലല്ലാതെ നമുക്ക് രക്ഷയില്ലെന്ന് ഖുർആനിന്റെ 25-ാം അധ്യായം 68 മുതൽ 71 വരെയുള്ള വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. 39-ാം അധ്യായം 65-ൽ സകല അമലുകളും ശിർക്ക് ചെയ്താൽ ബാത്തിലാകുമെന്ന് പറയുന്നു. തീർച്ചയായും ഈ ഖുർആനിക വചനങ്ങളെല്ലാം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം നൽകുന്ന വചനങ്ങളാണ്. സർവശക്തനായ റബ്ബ് നിങ്ങൾക്ക് ദീർഘായുസ് നൽകട്ടെ, നമുക്കെല്ലാവർക്കും ദീർഘായുസ് നൽകട്ടെ. അള്ളാഹുവിന്റെ വഹദാനിയത്ത് ഉൾക്കൊള്ളുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഷിർക്കിന്റെ ഒരു അംശം പോലും ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മക്കളെ കഞ്ചാവിൽ നിന്നും കള്ളിൽ നിന്നും എല്ലാവിധ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും കൊലപാതക ചിന്തയിൽ നിന്നും ആളുകളെ നശിപ്പിക്കുന്ന ചിന്തയിൽ നിന്നും അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നോമ്പിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ ക്ലാസ്സുകളെ സശബ്ദം കേട്ട് നിങ്ങൾക്ക് അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് വിചിന്തനം നടത്തണമെന്നും ചിന്തിക്കണമെന്നും ഉപകാരപ്പെട്ടാൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കാൻ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ഉഗ്ഫിർ ലനാ വലിഇഖ്വാനിൽ ലദീന സബഖുനാ ബിൽഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.